ഹലോ ഓൾ, ഒരുപാട് വലിയ സ്വപ്നങ്ങളുമായി ഈ കവാടം കടന്ന് യൂണിവേഴ്സിറ്റിയിലെത്തിയ കുട്ടികൾ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇവിടുന്ന് പടിയിറങ്ങുകയാണ്. And all the light will be, and all the future prophecy, and all the waves, the sea, and on the road. ഇനി അവർക്ക് മുന്നിലുള്ളത് നീറ്റ്, ജെഇ അഡ്വാൻസ്, ക്യുവറ്റ്, കീമ് പോലെയുള്ള എൻട്രൻസ് എക്സാമുകൾ മാത്രം. അവർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്, അവർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയതിൽ ഏറ്റവും യൂസ്ഫുൾ ആയി തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വർഷമായി ഇപ്പോൾ നമ്മുടെ നീറ്റ് എക്സാം മെയ് 5-ാം തീയതി നടക്കാൻ പോകുന്ന അതിനുള്ള ഫൈനൽ പ്രിപ്പറേഷനിലായിരിക്കും. ഇപ്പോൾ നിങ്ങൾ എത്തിയിരിക്കുന്ന ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ഇത്രത്തോളം ഇംപ്രൂവ് ചെയ്യുന്നതിൽ യൂണിവേഴ്സിൽ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാക്ടർ? ഇവിടെ വന്നതിന് ശേഷം സാർമാരൊക്കെ ആയിട്ട് കൂടുതലായിട്ട് ഡൗട്ടൊക്കെ ചോദിക്കാൻ നന്നായിട്ട് പറ്റുന്നുണ്ട്. ഏത് സമയത്തും ഫാക്കൽറ്റീസ് ഭയങ്കരമായിട്ട് ആക്സസിബിൾ ആണ്. ഏത് സമയത്ത് നമുക്ക് ആരോട് വേണേലും ഡൗട്ട് ചോദിക്കാം. ഇന്ന സാറേന്നൊന്നുമില്ല. ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് ഈ കൊല്ലം പഠിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച് പഠിക്കുമ്പോൾ ലൈബ്രറിക്ക് വരും, ലൈബ്രറിയിൽ നിന്ന് പഠിക്കുമ്പോൾ ഹോസ്റ്റലിലേക്ക് പോകും. അങ്ങനെ എനിക്ക് ഇൻഡോർ സ്പേസ് എന്താ പറ്റും, കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലാസ് റൂം ഇവിടെ അലോ ചെയ്തിപ്പോൾ ലാസ്റ്റ് അപ്പോൾ എനിക്ക് ഡിസ്കസ് ചെയ്തിട്ട് പഠിക്കാനുള്ള അവസരം, അങ്ങനെ ഏത് രീതിയിലും ഉള്ളൊരു സപ്പോർട്ട് തന്നെ ഉണ്ട്. മാത്രമല്ല ഇപ്പോൾ വേറൊരു എവിടെയും കാണാത്തൊരു സാധനം, ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടൊന്നും പഠിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് ഫ്രണ്ട്സ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ AFSR ആണെങ്കിൽ മൂപ്പരൊക്കെ പേഴ്സണലി അറിയുന്നുണ്ടാവില്ല, പക്ഷേ ഞാൻ നടന്നു പോകുമ്പോൾ എങ്ങനെയുണ്ടാ സെറ്റല്ലേ, പരീക്ഷയൊക്കെ എങ്ങനെയുണ്ട്, അപ്പോൾ എന്തൊരു കാര്യമായാലും ഇപ്പോൾ നമുക്കൊരു ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് എനിക്ക് തോന്നുന്നില്ല വേറൊരാൾക്കും കൊടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ വന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നാമത് അത്ര വേറൊരു ഐലൻഡ് മൈഗ്രേറ്റ് ചെയ്ത ഒരാളാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചെറിയ പേടിയുണ്ടായിരുന്നു, വീട്ടിൽ വിട്ട് വരികയാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി യൂണിവേഴ്സിറ്റി ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇവിടുത്തെ റൂട്ടീൻ ആയാലും ഇവിടുത്തെ എല്ലാ കാര്യത്തിലും നമുക്ക് ഇവിടുത്തെ സപ്പോർട്ടീവ്, ഇവിടെ മെൻറ്റർഷിപ്പ്. ഫസ്റ്റ് വന്നപ്പോൾ ഓല എനിക്ക് ലാംഗ്വേജ് പ്രോബ്ലം നല്ല ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് കമ്മ്യൂണിറ്റി ചെയ്യാൻ നല്ല പ്രശ്നമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മലയാളം പഠിച്ചെടുത്ത് പിന്നെ ഇംഗ്ലീഷും മലയാളം ഒക്കെ കൂടിയിട്ട് ഒക്കെ ഇവിടെ പിന്നെ ഫ്രണ്ട്സും നല്ല സപ്പോർട്ടീവ്. ഫ്രണ്ട്സ് മാത്രമല്ല ഇവിടുത്തെ ടീച്ചേഴ്സ് ആയാലും ഇവിടുത്തെ വാർഡന്മാരായാലും എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. നമുക്കിവിടെ വന്നിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് ഹോസ്റ്റലാണ്. എന്ന് വെച്ചാൽ ഹോസ്റ്റലിൽ നമുക്ക് 24 hours മോണിറ്ററിംഗ് ഉണ്ട്. രാവിലെ നമ്മൾ എണീക്കുമ്പോൾ മുതൽ രാത്രി കഴിക്കുന്ന വരെയും ഓരോ കാര്യങ്ങൾ, നമ്മുടെ എല്ലാ കാര്യം നോക്കാൻ നമുക്ക് ആൾക്കാരുണ്ട്. അതിപ്പോൾ ഹോസ്റ്റലിലായാലും നമ്മൾ സ്കൂളിൽ വന്നാലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഫുൾ ടൈം നമ്മുടെ ഇവിടെ മെൻറ്റർമാരുണ്ട്. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഫീൽ നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ നല്ല കംഫർട്ടാണ് ഇവിടെ. പിന്നെ അതുപോലെ എല്ലാവരും ഇങ്ങനെ മിക്കവാറും ഡൗൺ ആയിട്ട് വരുന്നൊരു ടൈമായിരിക്കും ജനുവരി ടൈം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്ലാസ്സൊക്കെ ഏകദേശം ജനുവരി ടൈമിൽ കഴിഞ്ഞിട്ടായിരുന്നു. ആ ടൈമിൽ മാർക്ക് കൂടി വരുന്ന ടൈമാണ്. ഇനി ടൈമില്ലല്ലോ, പഠിക്കാൻ പറ്റും, അങ്ങനത്തെ ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരിക്കുമ്പോൾ നമ്മുടെ കൂടെ നിന്നാണ്ട് ഇൻഡിവിജ്വലായിട്ട് ഓരോ കുട്ടിക്കും അവരുടെ മാർക്കിനനുസരിച്ച് ഇവിടെ സെഷൻ തിരിച്ചുകൊണ്ട് അവരെ മോണിറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം എങ്ങനെ പഠിക്കണം, നമ്മൾ ഇത്രയും കാലം പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം, എന്ത് മാറ്റം വരുത്തണം, എന്ത് ഒഴിവാക്കണം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു. പിന്നെ സ്പെഷ്യലി പറഞ്ഞാൽ നമ്മൾ AFSR എപ്പോഴും നമ്മൾ ഡൗൺ ആയിരുന്നാലും എല്ലാ കാര്യത്തിലും ഇപ്പോൾ ടെസ്റ്റിൻ്റെ ഒരു മാർക്ക് കുറഞ്ഞാലും അന്ന് ഹോസ്റ്റലിൽ വന്നാൽ മതി, പിന്നെ ഒന്നും ആവശ്യമില്ല. ആ ഒരു AFSRന്റെ ആ ഒരു മോട്ടിവേഷൻ നമുക്ക് എല്ലാത്തിനും. എത്രത്തോളം കോൺഫിഡന്റ് ആണ് നീറ്റ് എഴുതാൻ? കഴിഞ്ഞ പ്രാവശ്യം നല്ല 100% കോൺഫിഡൻ്റ് ആണ്. തീരെ സ്ട്രെസ് ഇല്ല. കാരണം എല്ലാ വീക്ക് ആകുമ്പോൾ AFSR ഇപ്പോൾ നീറ്റ് എടുത്തോണ്ട് AFSR എല്ലാ വീക്ക് ആകുമ്പോഴത്തേന് ഹോസ്റ്റലിലേക്ക് വരും. ഇങ്ങനെയല്ല ഇങ്ങനെയാണ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഒക്കെ സ്ട്രെസ് ഫ്രീ ആണ്. നമ്മൾ ടെസ്റ്റിൻ്റെ റൂട്ടീനിലും നമ്മൾ എന്താണ് ഇപ്പോൾ ആവേണ്ടി ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ സോൾവ് എല്ലാത്തിനും നമുക്കിവിടെ എല്ലാം പറഞ്ഞു തരാൻ ആൾക്കാരുണ്ട്. ഇതിന് മുമ്പ് യൂണിവേഴ്സലിൽ വരുന്ന മുമ്പ് ഇങ്ങനെ ആരും പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടായില്ല. അപ്പോൾ യൂണിവേഴ്സൽ വന്നിട്ടാണ് ഐ അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് ദ റൂട്ടീൻ ഓഫ് ദിസ് നീറ്റ് എൻട്രൻസ്. നല്ല ഉപകാരമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഇവിടെ നവംബർ ഡിസംബർ ഒക്കെ ആയ സമയത്ത് ഞങ്ങൾ ചാപ്റ്റേഴ്സ് ഫുള്ള് തീർന്നു. അപ്പോൾ ആ ടൈമിൽ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ചാപ്റ്റർ വൈസ് ടെസ്റ്റുകൾ അതിൻ്റെ കൂടെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ ഞങ്ങൾക്ക് ഓൾ ഇന്ത്യ ലെവൽ ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് കിടുമ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ റാങ്ക് ലിസ്റ്റ് ഇടും. അപ്പോൾ നമുക്ക് നമ്മളെ സ്ഥാനം അതിലെവിടെയാണ് കിടക്കണമെന്ന് ഒരുപാട് കുട്ടികളായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ചാൻസിൽ നീറ്റ് ചെയ്തേരും 550 ആയിരുന്നു സ്കോർ വന്നത്. പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ യൂണിവേഴ്സിറ്റിക്ക് തന്നെ വന്നു. നമുക്കൊരു സെക്കൻഡ് തോട്ടിൻ്റെ ആവശ്യമില്ല വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോകണം. ബിക്കോസ് എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര 100% സാറ്റിസ്ഫൈഡ് ആയിരുന്നു. UPSC പഠിക്കുമ്പോൾ തന്നെ ഫാക്കൽറ്റീസ് ആയാലും AFSR ആയാലും
നല്ലൊരു മെൻ്റൽ സപ്പോർട്ട് കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യാൻ AF വിളിച്ചപാടെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. ഞങ്ങൾക്ക് കുറച്ചും കൂടി അടിപൊളിയായി തോന്നിയത് എക്സാം കഴിഞ്ഞ് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് ഫാക്കൽറ്റീസിന് വന്ന് വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓൺലൈനായിട്ട് ആപ്പ് AF പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതിനകത്ത് ഇന്ന് എക്സാം കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്കഷൻ അന്ന് വൈകുന്നേരം തന്നെ വരും. എല്ലാവരും നമ്മൾ ഗ്രൂപ്പായിട്ടാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അത് ഭയങ്കര എഫക്റ്റീവായി തോന്നി. അപ്പോൾ എനിക്കിവിടെ തോന്നിയ കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ മാർക്ക് ബേസിൽ കാറ്റഗറൈസേഷൻ വരുന്നില്ല. എല്ലാവർക്കും ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻറ്റിനും ടോപ്പ് ലെവലിലാണ് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു പോയിൻ്റായിട്ട് എനിക്ക് തോന്നി. ലൈബ്രറി എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല ഫെസിലിറ്റി ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ ഇവിടെ ലൈബ്രറി ഏറ്റവും കൂടുതലുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ പുതിയ എഡിഷൻ ബുക്ക് 2000 റിവൈസ്ഡ് സിലബസ് പുതിയതുണ്ട്. അതിൽ നല്ല നല്ല ക്വസ്റ്റ്യൻസ്, റിവൈസ്ഡ് ക്വസ്റ്റ്യൻസ്, നല്ല പക്ക ക്വസ്റ്റ്യൻസ് ഉണ്ട്. യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഇപ്പോൾ എക്സാം ഒക്കെ അല്ലേ, അപ്പോൾ ഇവിടെ എക്സാം ആയ കാരണം ഇവിടെ കമ്പൈൻ സ്റ്റഡിക്കുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇവിടെ ഒരു കുറെ 2-3 റൂംസ് ഒക്കെ ഇവിടെ തുറന്നിട്ട് തരും. ഇങ്ങനെ കമ്പൈൻ സ്റ്റഡി ചെയ്തിട്ട് ബോയ്സിനും ഗേൾസിനും ഒക്കെ ആയിട്ട് ഇങ്ങനെ തുറന്നിട്ട് തരും. ഞാൻ എക്സ്പെക്ട് ചെയ്ത് വന്നതന്നെ എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ +2 വെച്ചാൽ ലൈക്ക് ബോർഡ് എക്സാം പാസ്സാവുക വരിക. പക്ഷെ ഇവിടെ വന്നിട്ട് ലൈക്ക് കുറേ കോൺസെപ്റ്റൊക്കെ ഇതൊക്കെ ഇങ്ങനെ ആയിരുന്നാന്ന് ഇവിടെ വന്നതിൻ്റെ ശേഷം മനസ്സിലായേ. പിന്നെ ലൈക്ക് പ്രാക്ടിക്കൽ ലെവലിൽ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതെങ്ങനെ ചെയ്യണം, ഇതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്തെടുക്കണം എന്നൊക്കെ മനസ്സിലായത് ഇവിടെ വന്നതിന്റെ ശേഷം. സബ്ജക്ട് ഒന്നുകൂടെ ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റി. മറ്റേ സ്കൂളിൽ വെച്ചാൽ ലിറ്ററൽ സ്പൂൺ ഫീഡിങ് ആയിരുന്നു. ഇത് വന്നാൽ അത് ചെയ്യാം. ബോർഡ് എക്സാം സർഫസ് സ്റ്റഡി മാത്രം പെരിഫറലി ഫുള്ള് പഠിച്ചു പോകുന്നു. പക്ഷെ ലൈക്ക് ഡീപ്പായിട്ട് എന്താ കോൺസെപ്റ്റ്, ഇതാണ് നടക്കണേ, അതൊക്കെ ഇവിടെ വന്നതിന്റെ ശേഷം ഇവിടെ വന്നതിന്റെ ശേഷം ശരിക്കും ജസ്റ്റ് മറ്റത് കാൽക്കുലേഷൻ ചെയ്യാൻ തന്നെ നമ്മൾ കുറെ കഷ്ടപ്പെടും. ഇവിടെ വന്നപ്പോൾ ലൈക്ക് മാത്സ് ഇല്ലെങ്കിലും കാൽക്കുലേഷൻ നല്ല ഈസി ആവുന്നുണ്ട്. കുറെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടും സീരീസ് ഓഫ് എക്സാം വരുന്നു. അതിന്റെ ഗുണം കൊണ്ടും കുറെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഞാൻ ഈ വർഷം ഇവിടെ IIT ബാച്ചിൽ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ വർഷത്തെ JEE മെയിൻസ് ഫസ്റ്റ് സെഷനിൽ എനിക്ക് 97.6% ആയാലും അതുപോലെ തന്നെ JEE മെയിൻസ് സെക്കൻഡ് സെഷനിൽ അതിനേക്കാൾ നല്ല സ്കോർ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ്. വളരെയധികം സഹായിച്ചത് ഇവിടെ നടന്ന ഷുവറായിട്ടും ഇവിടെ നടന്ന JEE മെയിൻ മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ അഡ്വാൻസിന് നടക്കുന്ന മോക്ക് ടെസ്റ്റുകളാണ്. വന്നപ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് AF സാറ് ഗൈഡൻസ് ആണ്. സാറ് വീക്ക്ലി ഹോസ്റ്റലിൽ വന്ന് എല്ലാവരോടും സംസാരിക്കും, മോട്ടിവേറ്റ് ചെയ്യും. എക്സാംസ് ഒക്കെ അടുക്കുമ്പോൾ നമ്മൾ ആകെ ഡൗൺ ആയിരിക്കുമ്പോൾ ഒക്കെ സാറ് വന്ന് നല്ലോണം സംസാരിക്കും. നമുക്കൊരു റിലാക്സേഷൻ ആണ്. നമുക്ക് എന്ത് കാര്യവും സാറിനോട് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റും. പിന്നെ ഇപ്പോൾ നല്ല നമ്മൾ ആകെ ഡൗൺ ആവും, പാരൻസിനൊക്കെ വിട്ട് നിൽക്കുകയാണ്. പക്ഷേ സാറിൻ്റെ അടുത്ത് പോയി സംസാരിച്ചാൽ ഒക്കെ ഓക്കെ ആവും. സാറെപ്പം പാരൻസിനെയും കൂടെ ആലോചിച്ച് അപ്പോൾ നമ്മൾ അതൊക്കെ ചിന്തിച്ചിട്ടാണ് പഠിക്കുക. അവരെ വിട്ട് നിൽക്കുകയാണ്, അപ്പോൾ ഒരിക്കലും ഡീവിയേറ്റ് ആയിട്ട് പോകില്ല. സാറിൻ്റെ ഒരു ഗൈഡൻസിൽ നല്ലോണം പഠിക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടം ഫുഡ് തന്നെ. കാരണം ഞാൻ നേരത്തെ ഇന്നത് നവോദയ സ്കൂളിലാണ്. ഇപ്പോൾ ഫുഡ് ഡെയിലി നോൺ വെജാണ്. അത് ഞാനിപ്പം പഴയൊരു ഹോസ്റ്റലിൽ നിന്ന് എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഇവിടുത്തെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പഠിക്കുന്ന ഒരുപാട് ഹോസ്റ്റൽ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിലും എവിടെയും ഡെയിലി നോൺ വെജ് ഇല്ല. പിന്നെ ഡെയിലി നോൺ വെജ് എന്ന് പറയുമ്പോൾ 2 നേരം നോൺ വെജ് കിട്ടുന്ന ദിവസമുണ്ട്. പിന്നെ ഇവിടുത്തെ സിസ്റ്റം അടിപൊളിയാണ്. ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്ന സംഭവമാണ് ഇവിടുത്തെ ടെസ്റ്റ് സീരീസ് ആണ്. പ്രത്യേകിച്ച് ഓൾ ഇന്ത്യ അഭിജയ ടെസ്റ്റ് സീരീസ്, ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ്. അത് വെച്ചാൽ എല്ലാ ആഴ്ചയും വെച്ചിട്ടാണ് അവർ നടത്താറ്. അത് നമ്മൾ കോമ്പറ്റീറ്റീവ് മൈൻഡിനെ ഉണർത്താൻ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ചെയ്ത ഒരു സംഭവം. ഇവിടെ ഏറ്റവും ഫിറ്റായി തോന്നുന്നത് നമ്മുടെ ക്ലാസ്സുകൾ തന്നെയാണ്. ഞാൻ പറയുമ്പോൾ +2 അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ട്, അവിടെ സ്കോറൊക്കെ ചെയ്ത് വന്ന ആൾ തന്നെയാണ്. പക്ഷേ ബേസിൽ അത്ര ഇതുണ്ടായിരുന്നില്ല, സ്ട്രോങ് ആയിരുന്നില്ല. പിന്നെ ഇവിടുത്തെ ക്ലാസ്സുകൾ ഇട്ട് തുടങ്ങി. അപ്പോഴും നമ്മൾ കരുതും എൻട്രൻസിന് വരെയാണ്, അപ്പോൾ ക്ലാസ്സുകളൊക്കെ ബേസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. എന്നാലും ഇവർ ബേസ് ചെയ്തിട്ട് തുടങ്ങി. നമ്മൾ എൻട്രൻസ് ലെവൽ വരെ അടിപൊളിയാക്കാൻ എടുത്തുന്ന ക്ലാസ്സുകളൊക്കെ അതൊക്കെ അടിപൊളിയായി. അതുകൊണ്ട് തന്നെ നല്ല ഇപ്പോൾ അത്യാവശ്യം പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് എന്തായാലും ഇവിടുന്ന് ഒരു നല്ല എക്കോസിസ്റ്റം കിട്ടുന്നുണ്ട്. പഠിക്കാനാണെങ്കിൽ ഹോസ്റ്റലിൽ പഠിത്തം, പിന്നെ ഇവിടെ എനിക്കൊരു കാര്യത്തിനും വെളിയിൽ പോകേണ്ടി വരത്തില്ല. ഇപ്പോൾ എക്സാം JEE എഴുതാനാണെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോകും, ഇവിടുന്ന് തന്നെ കൊണ്ടുവന്ന് എത്തിക്കും. നല്ല ഇവിടുന്ന് പോകുമ്പം എനിക്കെന്തോ നമ്മൾ കയറുന്നവരെ നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസാണ്. കൂടെ ഉള്ളവരും ആ ഒരു വൈബി ഇരിക്കും. കഴിഞ്ഞിറങ്ങി വരുമ്പോഴും ഇവിടെ വന്ന് പിന്നെ ക്വസ്റ്റ്യനൊക്കെ നോക്കുക എല്ലാം. ഞാൻ +1 +2 ക്രാഷ് ഒക്കെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു പോയിരുന്നത്. അപ്പോൾ ഞാൻ ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. അവിടുത്തെ സ്റ്റാർ എന്നോട് പറഞ്ഞത് യൂണിവേഴ്സൽ എനിക്ക് ബെസ്റ്റ് ആയിരിക്കുന്ന. കാരണം ഇവിടെ എല്ലാവർക്കും സൂപ്പർ റിപ്പീറ്റേഴ്സിനും എല്ലാവർക്കും ഒരു ഈക്വൽ വാല്യൂസ് ആണ് കൊടുക്കുന്നത്. അപ്പം ഏറ്റവും ബേസ് പറഞ്ഞാൽ
എങ്ങനെ എനിക്ക് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത്രയും ബേസ് മുതൽ റിപ്പീറ്റേഴ്സ് ബാച്ചിലാണെങ്കിലും ഏറ്റവും ബേസിക് ആയിട്ടുള്ള അതെ 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 എങ്ങനെയാണോ +1 സ്റ്റാർട്ടിങ് അതേപോലെ നമുക്ക് ഏറ്റവും ബേസ് മുതൽ നമുക്ക് ഇവിടെ യൂണിവേഴ്സിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ടീച്ചേഴ്സിൻ്റെ ഒരു കൗൺസിലിംഗ് ഉണ്ടായിരുന്നു, അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. നമ്മളെ സ്റ്റഡി മെത്തേഡ്സിൽ എന്തൊക്കെ മാറ്റം വരുത്തണം, അതേപോലെ തന്നെ നമ്മളെ മെന്റലി എല്ലാം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരുന്നു. യൂണിഫസ്റ്റ് അന്നായിരുന്നു December 25. അപ്പോൾ നമ്മൾ അലുമിനീസിനെ കണ്ടപ്പോൾ അലുമിനീസ് അവരെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോൾ ഓല അതേ ഫേസ് കൂടെ നമ്മൾ കടന്നു പോകണമെന്ന് ഓല് നമ്മളെ ഓർമ്മപ്പെടുത്തി. അപ്പം നമുക്കും നല്ല സമാധാനമായി. നമ്മുടെ കുട്ടികളുടെ യൂണിവേഴ്സൽ അനുഭവങ്ങളാണ് അവർ നിങ്ങളോട് പങ്കുവച്ചത്. അവരെഴുതിയ 100 കണക്കിന് എക്സാമുകളെക്കുറിച്ച്, അവർക്ക് ലഭിച്ച ക്ലാസ്സുകളെക്കുറിച്ച്, അവരുടെ ഹോസ്റ്റൽ ലൈഫ് എക്സ്പീരിയൻസുകളെക്കുറിച്ച്, അവർ കൂടുതൽ സമയം ചെലവഴിച്ച ലൈബ്രറിയെക്കുറിച്ച്, അവർ നടത്തിയ കമ്പൈൻ സ്റ്റഡീസിനെ കുറിച്ച്, അവരുടെ സൗഹൃദങ്ങളെക്കുറിച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അവർ വളരെയധികം കോൺഫിഡൻ്റ് ആണ് വരാൻ പോകുന്ന എൻട്രൻസ് എക്സാമുകൾ ഫേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അവർക്ക് ഏറ്റവും മികച്ച രീതിയിൽ ആ പരീക്ഷകളിൽ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. ബൈ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേറ്റുകളും വേഗത്തിലും ആധികാരികവുമായി അറിയാൻ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക.